മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങളുമായി ആംബുലൻസ് തിരുവനന്തപുരം. അല്ല, ഒന്നും ഒരു അപകടം കൂടാണ്ട് എടുത്തില്ലോ, അതൊരു ഭാഗ്യം. നമ്മുടെ കൂടെ ഒരു ഡ്രൈവർ, ഫ്രണ്ടില് എസ്കോർട്ടായിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെയുള്ള ദൗത്യങ്ങളായിട്ട് എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കായിരുന്നു. പക്ഷേ കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിന്റെ ഒരു അതെ കുഞ്ഞിന്റെ അതൊരു ഇത് തന്നെയാണ്. ഒരു 3 മണിക്കൂർ കുറച്ച് ബ്ലോക്ക് കിട്ടിയായിരുന്നു. അത് ഇത് ചെയ്ത് പോകുന്നായിരുന്നു. എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും എല്ലാ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സഹകരണം. എല്ലായിടത്തും ബ്ലോക്ക് തന്നെ എല്ലാവരും അവർ എല്ലാം വഴിയൊരുക്കി തന്നു. അതുകൊണ്ട് നല്ലൊരു ഭാഗ്യം. അല്ലല്ല, ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അല്ലല്ല, നമ്മുടെ ഉണ്ടാവാറുണ്ട്. ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ്. അതെ, ഞങ്ങൾ എടുക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. അല്ല, നമ്മള് കൊച്ചിന്റെ ജീവൻ അല്ലേ, അപ്പൊ നമ്മള് വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് ഒന്നും പറ്റാണ്ട് ഇവിടെ എത്തട്ടെ എന്നൊരു ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം. അത്ര നമ്മ കൂടെയുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കൊച്ചിന്റെ അത് ഒന്ന് പെട്ടെന്ന് ഇത് ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഇനി എന്താണ് ഇനി തിരിച്ച് ഞങ്ങൾ പോകും. ഞങ്ങൾ 2 ഡ്രൈവർമാരുണ്ട്. അപ്പോൾ ഏതായാലും മനസ്സിൽ കണ്ട പോലെ പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ല. വിഷയമുണ്ട്. എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. എല്ലാ ജനങ്ങളും എല്ലാ ജംഗ്ഷനിലും ആൾക്കാർ ഒന്ന് വഴി ഒരുക്കി തരാനും ഒക്കെ നല്ലൊരു ഇതായിരുന്നു. പോലീസിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? പോലീസിന്റെ നല്ല ഇതായിരുന്നു. അവർ എല്ലാം നമ്മുടെ വഴിയൊരുക്കാൻ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങളുമായി പുറപ്പെട്ട ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിനും സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ജനങ്ങളുടെയും പോലീസുകാരുടെയും എല്ലാ ജംഗ്ഷനും നല്ല രീതിക്ക് ക്ലിയർ ആക്കി തന്നു. നല്ല സഹകരണമായിരുന്നു. ജനങ്ങളുടെ സഹകരണം പ്രത്യേകിച്ച് എടുത്ത് പറയണം. പോലീസുകാർ എല്ലാ ജംഗ്ഷനിലും നല്ല രീതിക്ക് പോലീസുകാരും അതിനനുസരിച്ച് തടസ്സം സ്വാഭാവികമാണല്ലോ. റോഡിന്റെ പണി നടക്കുന്നു, പിന്നെ ജംഗ്ഷനുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള അപ്പം ചെറിയ വെഞ്ഞാറമൂടൊക്കെ നല്ല നല്ല രീതിക്ക് ആ റോഡിന്റെ മോശാവസ്ഥ മാത്രമല്ല, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു കുഞ്ഞിന്റെ ആയതുകൊണ്ട് അത് സന്തോഷം. ചരിത്രത്തിന്റെ ഭാഗമായി 2 പേരും അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അത്രയും ദീർഘമായിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി അത്രയും. ഒറ്റവാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനും ഇത് സ്വീകരിക്കുന്ന കുഞ്ഞിനും എല്ലാവിധ നന്മകളും ആരോഗ്യത്തോടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിന് നന്ദി പറയുന്നത് പോലീസുകാരോടും ജനങ്ങളോടും. ശരി, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. കേരളം കണ്ട അപൂർവമായ ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. ആ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവർ അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു. RB സനൂപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സനൂപ്, ആംബുലൻസ് ഡ്രൈവർമാർ അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരു വലിയ ദൗത്യത്തിനാണിപ്പോൾ പരിസമാപ്തിയാകുന്നത്.